ഓം ഭൂർഭുവസ്വഃ സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കൂടി ഒരു മത്സരമായിട്ടുള്ളൂ. ജഡ്ജ്മെന്റിനെ ആരും വിമർശിക്കാൻ പാടില്ല. ഇവിടെ ആർക്കും പക്ഷഭേദമില്ലാത്തൊരു സംഘടനയാണ് നമ്മുടെ സംഘടന. ഇന്നുവരെ പക്ഷഭേദം ആരെയും നമ്മൾ കാണിക്കുന്നില്ല, ചെയ്യുന്നില്ല. അപ്പൊ എല്ലാവരും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും സഹകരിച്ച് മത്സരം തന്നെ കണക്കിൽ തന്നെ ഇതിനെ വിജയിപ്പിക്കുക. ആത്മാർത്ഥമായിട്ട് എല്ലാ മാതാപിതാക്കളും അത് പ്രോത്സാഹനവും എല്ലാവർക്കും creative drawing 1 hour and pencil drawing will be 2 hours. നേരത്തെ തീർച്ചയായും തരാം. Any doubts?
में चाहिए तो पूछ लो, अरे राउंड के पहले वी विल टेल द स्कोरिंग सिस्टम। ओके, अगर आप अपना स्कोर गिनना है तो गिन लो। Who was the first Indian to win an individual gold medal at the Olympic Games? Who was the first Indian to win an individual gold medal at the Olympic Games? Madam, ഒരു ക്ലൂ തരാം. Gold in 10-meter rifle. Time out. Audience. Abhinav Bindra is the right answer. Indian city is known as the Silicon Valley of India. Silicon Valley of India എന്നറിയപ്പെടുന്ന നഗരം ബാംഗ്ലൂരു is the right answer. ഗോൾഡിനെ പറ്റിയാണ് അടുത്ത ചോദ്യം. Unit of measurement of gold purity. Carat is the right answer. Indraprastha was the capital of Pandavas. പാണ്ഡവരുടെ തലസ്ഥാനം ഇന്ദ്രപ്രസ്ഥമായിരുന്നു. But what was the name of the capital of Kauravas? കൗരവരുടെ തലസ്ഥാനം Hastinapur is the right answer. Time out. Audience. Abhinav Bindra is the right answer. Capital of Assam. Dispur is the right answer. രണ്ട് പേർക്കും ഒരേ സബ്ജക്റ്റാണ്, രണ്ട് ഗ്രൂപ്പിൽ മനസ്സിലായില്ല. അപ്പം നിങ്ങൾക്ക് ഒരു ഫാമിലിയിൽ ഭാര്യയ്ക്കായിരിക്കണോ ഭർത്താവിനായിരിക്കണോ അതോ രണ്ടുപേർക്കും കൂടെ ആയിരിക്കണോ അതോ ചില കാര്യങ്ങൾ ഭാര്യയ്ക്കും ചിലത് ഭർത്താവിനായിരിക്കണോ, ഈ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിലുള്ളവർക്കും ഓരോ പോയിന്റ് വീതം സംസാരിക്കാം. ഓക്കെ, അങ്ങനെ സംസാരിക്കുമ്പോൾ ഏത് ഗ്രൂപ്പിലുള്ള ആളാണോ സംസാരിക്കുന്നത് അതിൽ വാലിഡായിട്ടുള്ള പോയിന്റ്സ് വെച്ച് നമ്മൾ ജഡ്ജസിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജഡ്ജസ് മാർക്ക് ചെയ്യും. നമ്മൾ വെറുതെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ മാർക്ക് കിട്ടില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അതിന് മാർക്ക് കിട്ടും. മനസ്സിലായില്ല? അങ്ങനെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ടീമായിരിക്കും നമ്മൾ ജയിച്ചായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. Team A, B, maybe let's start. This is Team A and this is Team B. Okay, everyone? Confusion audience can also obviously participate, but not when they are speaking. നമ്മൾ വേറെ നമുക്ക് പറയാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. 15 minutes is the time. 15 മിനിറ്റിനാണ് നമുക്കൊരു നല്ലൊരു ഡിസിഷനിൽ വന്ന് ചേരണം. Agreed? Agreed? Can I have a big yes from all of you? Yes. That's the spirit. Let's start with Team A. What is your thoughts about it? ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരാൾ കേൾക്കുക. പൂമുഖവാദികൾ സ്നേഹം കൊടുക്കുന്ന പൊതുങ്ങളാണ് ഭാര്യ എന്ന് പറഞ്ഞൊരു കവി പറഞ്ഞത് രമേശനായെന്നാണ് എൻ്റെ ഓർമ്മ. അത് വെച്ച് നോക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരേ വീട്ടിൽ അവർ സത്യം പറഞ്ഞാൽ ആദ്യമേ മുതൽ നമ്മൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പരസ്പരം ബന്ധമില്ലാത്ത രണ്ടുപേരും ഒരു കൂട്ടത്തിൽ വന്ന് ചേരുന്നു, ഒരു വീട്ടിൽ വന്ന് ചേരുന്നു. ആ വീട്ടിൽ വന്നിട്ട് അവരെടുക്കുന്ന തീരുമാനങ്ങൾ ആദ്യം ചിലപ്പോൾ കുറച്ച് ഇതുണ്ടാവുകയാണെങ്കിൽ പിന്നീട് അവർ തമ്മിൽ അങ്ങോട്ടും മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം, പണ്ടത്തെ കാര്യം ഞാൻ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞത്, അന്ന് വരുമ്പോഴത്തേക്കും ഒരു ഭാര്യയെ പോയി ഒരു പെണ്ണ് കാണാൻ പോയി കാണുന്നു, കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് ആ പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു, പെണ്ണ് ചെറുക്കനെ ഇഷ്ടപ്പെടുന്നു. അവർ വീട്ടിലോട്ട് വരുമ്പോൾ രണ്ടുപേർക്കും ആ വീട്ടുകാരെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ പറ്റിയിട്ടോ അവരെയും പറ്റിയിട്ടോ സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാവുന്നില്ല. ഡിസിഷൻ ആയിരിക്കത്തില്ല അത് കറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് ഡേ എടുക്കുന്ന ഡിസിഷൻ. അവർ ചെയ്യണോ അതോ ചെയ്യണ്ടയോ എന്നുള്ള പല കാര്യങ്ങളിലും അവർക്കൊരു സ്ഥിരത അല്ലെങ്കിൽ ഒരു വ്യക്തത ഒരിക്കലും പോലും ഇല്ല. അപ്പോൾ പക്ഷേ ആ പുരുഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ എന്തായാലും അവർ ഒരു ഡിസിഷനിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവരാണ്. അതിപ്പോൾ ഇന്നാണെങ്കിലും നാളെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നെങ്കിൽ പോലും അവർ ആ ഒരു കാര്യത്തിൽ മാത്രം ആ ഒരു ഏതൊരു ടേമാണ് അവർ എടുക്കുന്നത് അതിലൊരു
ഇമോഷണലി പറഞ്ഞത് അറിയാം, ഇതേമാതിരി ഇമോഷണലി ആ ഒരു പ്രശ്നം ജെൻസിനും ഉണ്ടായിരിക്കും. അങ്ങനെ ഇമോഷണലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് സ്ട്രോങ് കൊടുക്കുന്നത് വൈഫ് തന്നെയാണ്. അപ്പൊ വൈഫിനും അങ്ങനെയുള്ള ഡിസിഷൻ എടുക്കാൻ, സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വൈഫിനും കഴിയും. കാരണം ഇതേ ഇമോഷൻസ് ഹസ്ബൻഡിനും ഉണ്ട്. അവർ ഇമോഷണലി ഡൗൺ ആവുന്ന സമയത്ത് വൈഫാണ് അവർക്ക്, കാരണം ബാക്കി എല്ലാവരെയൊക്കെ സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കുന്നത് വൈഫ് തന്നെയാണ്. അങ്ങനെ കൊടുത്ത് അവർക്ക് ഡിസിഷൻ എടുക്കാൻ കഴിയുന്നതും മീൻസ് വൈഫിന്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. വൈഫിന് ഒരു ബാക്ക് സപ്പോർട്ട് മാത്രമേ കൊടുക്കാറില്ല. എപ്പോഴും മെയിൻ ആയിട്ട് നിൽക്കുന്ന കൂടുതൽ സമയവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഹസ്ബൻഡുമാർ തന്നെയായിരിക്കും. വൈഫിന് അത്രയ്ക്ക് ഇമോഷണലി അവർ പെട്ടെന്ന് ഡൗൺ ആവും. വൈഫുമാർക്ക് അങ്ങനെ ഒരിക്കലും കൂടുതൽ ആ കറക്റ്റ് ഡിസിഷൻ ഏത് കാര്യത്തിലും, ഫൈനാൻഷ്യലി ആയാലും വേറെ എന്ത് കാര്യത്തിലായാലും വൈഫിനേക്കാളും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഹസ്ബൻഡുമാരായിരുന്നു. കാരണം അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇമോഷൻ വന്നാൽ അവർ പെട്ടെന്ന് വൈഫായിരിക്കും ഡൗൺ ആവും. ഭാര്യ എപ്പോഴും ഡിസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരിക്കലും ഒരു സ്ത്രീ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മാറ്റില്ല. അവരുടെ തീരുമാനം കറക്റ്റായിട്ട് അത് ഉറച്ചു നിൽക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഒരു ഭർത്താവിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരും ഭാര്യമാർക്കുള്ളതിന്റെ 4-1 സാധനങ്ങൾ ഭർത്താക്കന്മാരുടെ കാര്യമുള്ളൂ. കാരണം എന്തുകൊണ്ടാ ഭാര്യമാരെ എന്ത് പൈസ ഉണ്ടെങ്കിൽ എന്ത് കെട്ടാനും വാങ്ങിക്കും. പക്ഷെ ഭർത്താക്കന്മാരത് വാങ്ങില്ല. കാരണം ഒരു ഭാര്യയായിട്ടുള്ള കാഴ്ചപ്പാടിൽ, എന്റെ ഒരു ഭാര്യയായിട്ടുള്ള ഞാനാവുന്ന ഒരു ഭാര്യയായിട്ടുള്ള കാഴ്ചപ്പാടിൽ എന്റെ കുട്ടികളുടെ ഒരു കല്യാണം, ഞങ്ങളൊരു വീട് വാങ്ങിക്കുന്നു. ഈ പറഞ്ഞ പോയിന്റിനോട് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് പറഞ്ഞു? ഇപ്പൊ ഭാര്യമാർക്ക്, അത് സ്ത്രീകൾക്കാണ് കൂടുതൽ ആ കാര്യങ്ങളെ പറ്റി, അതായത് എന്ത് സാധനം പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കൂടുതൽ അറിവുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അത് എത്ര വില കൂടിയതാണെങ്കിൽ പോലും അതുപോലെ ക്വാളിറ്റി വളരെയധികം നന്നായിട്ട് നോക്കിയിട്ടാണ് മേടിക്കുന്നത്. പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വളരെ ചില സാധനങ്ങൾ മാത്രമായിരിക്കും സ്ത്രീകൾ ആദ്യമേ തന്നെ. കാരണം അഡ്വർടൈസ്മെന്റിലൂടെ അവർ പലതും കാണുന്നുണ്ട്. ശരിയാണ്, പുരുഷന്മാർ അങ്ങനെ സാധാരണ ഒന്നും കാണുന്നില്ല. പക്ഷേ ഈ അഡ്വർടൈസ്മെന്റിലൂടെ കാണുന്ന എല്ലാ കാര്യങ്ങളും അത് ബിസിനസ് മൈൻഡോട് കൂടി മാത്രമാണ് അഡ്വർടൈസ്മെന്റ് നടക്കുന്ന ആൾക്കാർ. ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാവാം, അതൊരിക്കലും അത്രമാത്രം ചിന്താഗതി ഇല്ലാത്ത സ്ത്രീകൾ വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്നു. പക്ഷേ പുരുഷന്മാർ അത് കാണുന്നില്ലെങ്കിൽ പോലും അവർ ആ കാണുന്ന സാധനം അത് വളരെയധികം എല്ലാ കാര്യങ്ങളിലും ഡിസിഷൻ എടുത്തിട്ട് വളരെ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണെന്ന് വളരെയധികം നന്നായിട്ട് ചെക്ക് ചെയ്യും. ഒരാളെ റെസ്പെക്ട് ചെയ്യാന്ന് പറയുന്നത് ഹസ്ബൻഡ് ഷുഡ് റെസ്പെക്ട് ദ വൈഫ്, വൈഫ് ഷുഡ് റെസ്പെക്ട് ദ ഹസ്ബൻഡ്. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വിൽ ഗോ. അല്ലാതെ ഒരാള് 100% ഒരാളാണ് ഒരു വീടിന്റെ ഹെഡ് എന്ന് പറയാനായിട്ട് ഇന്നത്തെ കാലത്ത് maybe about 15, 20 years, 30 years back there was something like this, but today everything is equal. We talk about women's rights, equal എല്ലാ കാര്യങ്ങളിലും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് എ വുമൻ. ബട്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഫ്രം മൈ സൈഡ് ഐ ഫീൽ ദാറ്റ്സ് ഹൗ വി ഷുഡ് ഗോ അഹെഡ്. ബട്ട് ദാറ്റ്സ് ജസ്റ്റ് ഫ്രം എ മോണിറ്റർ പോയിന്റ് ഓഫ് വ്യൂ. യു ആർ നീയോ പല നിഴലിൽ
നീ പൂണൽ മഞ്ഞുലക്കച്ചകെട്ടി കുത്തണിക്കുന്നിൻ താഴ്വരയിൽ പൂണൽ മഞ്ഞുലക്കച്ചകെട്ടി കുത്തണിക്കുന്നിൻ താഴ്വരയിൽ നിത്യകാവുകി സുന്ദരത്തിൽ കടലേറൊരു സുന്ദരി ശില്പം മഞ്ഞുതുള്ളികൾ കഴുകിയൊഴുകും മധുരേന്തം ശിലയോ രാജശിലയോ നീയൊരു പ്രളയ ഗീതമോ കടലേറൊരു സുന്ദരി ശില്പം. പഴൂരിലൂടെ മുന്നിൽ കുങ്കുമം മാറി തരും രസിന്റെ പോലെ അതിലോലമിൻ ഇന്നല്ലെങ്കിൽ നാളെ ഇടയ കന്യകെ പോകുക നീ ഈ അനന്തമാം ജീവിത ഗീതി ഇടരാതെ ആലിടരാതെ നടിച്ചു കാട്ടുന്നു വേഷം നടിച്ചു കാട്ടുന്നു ഈ ചെറിയ ഭൂമിയിലെ ഇത്തിരി പോന്ന മനുഷ്യന്മാർ വേഷം കെട്ടി വാക്കു പറഞ്ഞ് നടിച്ചു കാട്ടുന്നു വേഷം നടിച്ചു കാട്ടുന്നു ഈ ഭൂമിയുടെ പേരാണ് നാടകം ഈ ഭൂമിയുടെ പേരാണ് നാടകം. എത്തിച്ചേർന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ആദ്യം ഒരു കയ്യടിയോട് നോക്കുന്നത്. എല്ലാ പാർട്ടിസിപ്പൻസ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇവന്റ് ഇന്നത്തെ നമ്മുടെ കളറിംഗ് ആണ്. ഏജ് ഗ്രൂപ്പ് അപ് ടു 6 years. അവർക്ക് പ്രൈസ് നൽകാനായി നമ്മുടെ പ്രസിഡന്റ് ശ്രീ ശശികുമാർ അംഗങ്ങളെ വിളിക്കുന്നു. 6 years. ഫസ്റ്റ് പ്രൈസ് വേദിക നായർ. ദേവാത്മിക ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് പ്രൈസ് ഒന്നുകൂടി അപ്പൊ അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ് നൽകാനായി നമ്മുടെ സെക്രട്ടറി കാറ്റഗറി ഓഫ് അവാർഡ് നൽകാനായി നമ്മുടെ സെക്രട്ടറിയായ ശ്രീ ശിവദാസ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഫസ്റ്റ് പ്രൈസ് നമ്മുടെ കാറ്റഗറിയാണ് മെമ്മറി ടെസ്റ്റ്, ഏജ് ഗ്രൂപ്പ് 5 to 10 years. ഫസ്റ്റ് പ്രൈസ് ശ്രീ ബാലകൃഷ്ണകുമാർ. സെക്കൻഡ് പ്രൈസ് ഷെയർ ആണ്, 2 കുട്ടികൾക്ക്, സംസ്കൃതി പി നമ്പ്യാർ ആൻഡ് ഉത്തര കൃഷ്ണകുമാർ.
prize goes to Vedika Nimit Nair. വേദികാണോ വേദികാണോ വേദിക അടുത്ത കാറ്റഗറി നമ്മുടെ പെൻസിൽ ഡ്രോയിങ് ആണ്. അവാർഡ് നൽകാനായി നമ്മൾ ശ്രീമതി മിനി സോമരാജിനെ ക്ഷണിച്ചു. First prize goes to Vaishnavi Vinod Kumar Pillai. ഒറിജിനല് ശരിക്കും കുട്ടി വരച്ചതിന്റെ ഫോട്ടോ ഒക്കെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ്. Second prize goes to Soumya Lakshmi. Third prize goes to Shivadas K. Menon. Creative drawing. Award നൽകാനായി ശ്രീ മുരളീധരൻ നായർ അവരുടെ ക്ഷണിച്ചു. Creative drawing. First prize goes to Snigdha Devdas Nambyar. Second prize goes to Vigrah Susmer Nair. Third prize നമുക്ക് വീണ്ടും ഒരു ഷെയർഡ് പ്രൈസ് ആണ്. വിസ്മയ വിനോദ് കുമാർ പിള്ളെ ആൻഡ് അദ്വൈത് ജയകുമാർ. അടുത്ത കാറ്റഗറി നമ്മുടെ ക്വിസ് കോമ്പറ്റീഷൻ ആണ്. അവാർഡ് നൽകാനായി ശ്രീ രാഘവൻ ഉണ്ണി നായർ അവരുടെ ക്ഷണിച്ചു. ഫസ്റ്റ് പ്രൈസ് ടീം 4 3 കണ്ടസ്റ്റന്റ്സ് ആണ്. ഫസ്റ്റ് പ്രൈസ് മേഘ്ന നായർ. ടീം 4 മേഘ്ന നായർ, ആശിഷ് നായർ ആൻഡ് ശ്രീഹരി നായർ. ക്വിസ് കോമ്പറ്റീഷൻ ഫസ്റ്റ് പ്രൈസ്. Goes to team 5 Snehit Nair, Snigdha Nambyar and Ashwin Nair. Snehit Nairന്റെ പ്രൈസ് വാങ്ങാനായി സൗമ്യ ലക്ഷ്മിയെ വിളിച്ചോളൂ. പതുക്കെ പതുക്കെ നമ്മുടെ ഡിബേറ്റ് കോമ്പറ്റീഷന്റെ പ്രൈസ് നൽകാനായി ശ്രീമതി ശ്രീജ നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീജ പിള്ളை. ഫസ്റ്റ് പ്രൈസ് goes to team മിനി സോമരാജൻ, ശരണ്യ കൃഷ്ണകുമാർ. അവാർഡ് ഏറ്റുവാങ്ങാനായി ഞാനെല്ലാവരും ക്ഷണിച്ചുകൊള്ളുന്നു. മിനി സോമരാജൻ, ശരണ്യ കൃഷ്ണകുമാർ ആൻഡ് സുനിൽ ദാസ്. അടുത്തതായി നമ്മുടെ
അവാർഡ് നൽകാനായി ശ്രീ സുനിൽദാസ് ക്ഷണിച്ചുകൊള്ളുന്നു. അണ്ടർ 15 ഡബിൾസിന്റെ റിസൾട്ട് വിന്നർ ശ്രീഹരി നായർ ആൻഡ് ആരോ അനീഷ്. റണ്ണർ-അപ്പ് പ്രൈസ് നൽകാനായി ശ്രീ മനോജ് ഗോപാലകൃഷ്ണൻ അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. റണ്ണർ-അപ്പ് പ്രൈസ് ഗോസ് ടു ശ്രീനന്ദ് ആൻഡ് അർജുൻ പണിക്കർ. ഫസ്റ്റ് കിട്ടിയത് ശ്രീനന്ദിനാണ്. ശ്രീനന്ദ് ചെസ് കോമ്പറ്റീഷൻ ശ്രീനന്ദ് വരിക. അനീഷ് അനീഷ് നമ്മളിപ്പോ ഇവാലുവേഷൻ സ്റ്റേജിലാണ്. അത് വരും ദിവസങ്ങളിൽ അറിയിക്കുന്നതാണ്. ക്രിയേറ്റീവ് റൈറ്റിംഗ് ആൻഡ് കാരം സീനിയർ above 15 years. വരും ദിവസങ്ങളിൽ ഇനി മിനി ചേച്ചിക്ക് ഇല്ല, ഇനി സോമൻ ചേട്ടനെ കൊടുക്കണം. സോമൻ ചേട്ടൻ പടങ്ങി. അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പോർട്സ് മീറ്റ് കൺക്ലൂഡ് ചെയ്യാനായി നമ്മുടെ സെക്രട്ടറി ശ്രീ ശ്രീനിവാസ് അവരുടെ ക്ഷണിച്ചു. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ വളരെ നന്ദിയുണ്ട്. നമ്മുടെ കുട്ടികളുടെ പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഓരോ ദിവസം വരുമ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ടെക്നോളജി ടൈമാണ്. നമ്മുടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി മുമ്പോട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു വേദി നമ്മളോട് സ്റ്റേജ് നമ്മുടെ അപ്പൊ അങ്ങനെ അതിനുവേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വീട്ടിലാണെങ്കിലും കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് അവരുടെ ചെറിയ കഴിവുകൾ കണ്ടെത്തുക എന്നുള്ളത് പേരൻസ് ആണ് ആദ്യം ഫസ്റ്റ് നോട്ടീസ് ചെയ്തത് പേരൻസ് ആണ്. ചില കുട്ടികൾക്ക് എഴുതാനുള്ള കഴിവുണ്ടാവും. ഓക്കെ, അപ്പൊ അതിനെ ക്രിയേറ്റീവായിട്ട് കണ്ടുപിടിക്കാനും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കും. ചില കുട്ടികൾക്ക് നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവുണ്ടാവും. വീട്ടിൽ വരച്ചു തുടങ്ങും, അവരെ വഴക്ക് പറഞ്ഞിരുത്താതെ അവരെ ഡ്രോയിങ് ക്ലാസ്സിന് വിടും. ഡ്രോയിങ് ക്ലാസ്സിന് വിട്ടിട്ട് അവരുടെ നമുക്ക് റിസൾട്ട് പറയാനുള്ളത് രണ്ടായിട്ടാണ്. ശ്രീരാജ് പറഞ്ഞു നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടാണ്. പിന്നുള്ളത് ക്യാരംസിന്റെ ഫൈനൽ റൗണ്ടാണ് ഇനി ബാക്കിയുള്ളത്. അവരുടെ ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യണം. അവരുടെ ക്യാരംസിന്റെ സെമി ഫൈനലും ഫൈനലും നമ്മൾ അടുത്ത സാറ്റർഡേ അല്ലെ സൺഡേ NSS ഓഫീസിൽ നടത്തും. അതിനുശേഷം അതിനുള്ള ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ക്രിയേറ്റീവ് റൈറ്റിംഗിന്റെ റിസൾട്ട് വിതിൻ 2-3 ഡേയ്സ് നമ്മൾ സോഷ്യൽ മീഡിയ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യാം. അതിനുള്ള ഗിഫ്റ്റും സബ്സിക്വന്റ് ആയിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യമാണ് കൊച്ചു കുട്ടികളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ നമ്മൾ കണ്ടെത്തുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, കൂടുതൽ നല്ല രീതിയിൽ അവരെ മുമ്പോട്ട് കൊണ്ടുവരണം. നമ്മുടെ സപ്പോർട്ട് ചെയ്താലേ മുമ്പോട്ട് കൊണ്ടുവരണം. അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു വേദി ഇവിടെ നമുക്ക് നല്ലൊരു വേദി അറേഞ്ച് ചെയ്ത് തന്ന ഈ സ്കൂളിന്റെ ഭാരവാഹികളോടും അതിന്റെ പ്രവർത്തകരുണ്ട് അവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കൂടാതെ നമ്മുടെ കുട്ടികളെ ഒരു വീക്കെൻഡ് സൺഡേ ആണ്. വീക്കെൻഡ് സൺഡേയില് സാധാരണഗതിയിൽ നമ്മുടെ ആൾക്കാരെ ഒപ്പം മാറിയിരിക്കാൻ പതിവെങ്കിലും ഈ വീക്കെൻഡ് സൺഡേയിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ പേരൻസും എല്ലാ കുട്ടികൾക്കും വളരെ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. പിന്നെ ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ ഓർഗനൈസ് ചെയ്യാനായിട്ട് കുറേ ആൾക്കാരുടെ ശ്രമം ഉണ്ടായിരുന്നു. നല്ലതായിട്ട് കുറേ ആൾക്കാരുടെ ശ്രമം ഉണ്ടായിരുന്നു. ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്ത എല്ലാ ആൾക്കാർക്കും വളരെ ആർദ്രവുമായിട്ടുള്ളൊരു നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ ഇത് പറയുകയാണ്. സ്വന്തം ഓഫീസ് ടൈമിന് ശേഷം നമ്മളിവിടെ വന്ന് ഈവനിങ്ങിലും മറ്റ് സമയവും കണ്ടെത്തി എല്ലാം ഓർഗനൈസ് ചെയ്ത എല്ലാ ആൾക്കാർക്കും വളരെ നല്ല രീതിയിൽ നമ്മൾ ഒരു നന്ദി പറയുന്നു.